അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മളായിരിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ പാടിയ പാട്ടുകൾ, പാടിയ പാട്ട്, പറഞ്ഞ വാക്യം, ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് ഇതിനോട് ചേർന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ രണ്ട് വാക്യങ്ങൾ വളരെ പരിചിതമായ വാക്യങ്ങളാണ്. വളരെയേറെ പലയിടത്തും നമ്മൾ എഴുതിയൊക്കെ വെച്ച് കണ്ടിട്ടുള്ള രണ്ട് വാക്യങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് വരെ പരിചിതമായ രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങളാണത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. ഇവിടെ കർത്താവ് പറഞ്ഞ ഈ രണ്ട് വാക്യത്തിൽ 28-29 വാക്യങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗം ആശ്വാസം എന്ന പ്രയോഗമാണ്. ആശ്വാസം. ഇന്ന് ലോകം ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം എന്താ? ആശ്വാസമാണ്, അല്ലേ? ഈ ലോകത്തിലൊക്കെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഒക്കെ തിരക്കുകളും അസമാധാനങ്ങളും ആശ്വാസമില്ലായ്മയും ഒക്കെ അനുഭവിക്കുമ്പോൾ ഞായറാഴ്ചകളിൽ ക്രിസ്ത്യാനികളും ഒക്കെ പള്ളികളിലും ഒക്കെ പോകുന്നതിനും ഒക്കെ പിന്നിൽ എന്താ ഉള്ളത്? ഒരു ആശ്വാസത്തിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. കംഫർട്ട്. ദൈവം അവരെ ആശ്വസിപ്പിക്കണം. ഇവിടെ ഇതാ അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് താൻ ആരെ അഭിസംബോധന ചെയ്യുന്നു അവരെ ആ നിലയിൽ പറഞ്ഞുകൊണ്ടാണ്, അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. എന്താ അവരെ വിളിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്നാണ്. എന്തിൻ്റെ അധ്വാനമാണ്? അധ്വാനം ഈ ലോകത്തായിരിക്കുമ്പോൾ പാപത്തിൻ്റെതായ ആ നിലയിലുള്ള പല നിലയിലുള്ള സമ്മർദ്ദങ്ങൾ നമ്മുടെ മേൽ വരും. ആ അധ്വാനവും ഭാരവും, പാപത്തിൻ്റെ ഭാരം ചുമന്ന്, പലർക്കും ആ പാപത്തിൻ്റെ ഭാരത്തെക്കുറിച്ചൊരു ബോധ്യമില്ല എന്നുള്ളതുണ്ട്. എന്നാൽ ഈ വചനങ്ങളോടൊക്കെ അടുത്ത് വരുന്ന ആളുകൾ ആ ഭാരം അവർക്ക് ബോധ്യപ്പെടും. ഇവിടെ ഇതാ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരു രംഗത്ത് താന് അവരെ ഉത്ബോധിപ്പിക്കുന്നു, അവരെ വിളിക്കുന്നു, അവരെ ആഹ്വാനം ചെയ്യുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര്, പാപത്തിൻ്റെ ആ ഭാരം ചുമക്കുന്നവർ, അതിൻ്റെതായ ഈ ലോകത്തിൻ്റെ വഴിയിൽ പോയി അധ്വാനിക്കുന്നവർ, എങ്ങും ഒരു ആശ്വാസം കണ്ടെത്താത്തവർ, അങ്ങനെയുള്ള എല്ലാവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഓക്കെ, അത് നമുക്ക് മനസ്സിലാകും. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യം പലപ്പോഴും അത്രത്തോളം വ്യക്തതയുള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല. പലരും പറയുമ്പോൾ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. കണ്ടോ, ആദ്യത്തെ ആശ്വാസം ദൈവം തരുന്നതാണ്, കർത്താവ് തരുന്നതാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ ആശ്വാസം ഞാൻ തരാം. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താ? എൻ്റെ അടുക്കൽ വന്നാൽ മതി. ചിലവൊന്നുമില്ല. എൻ്റെ അടുക്കൽ വരിക, വന്നാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നാൽ അവിടെ കൊണ്ട് കാര്യം കഴിഞ്ഞില്ല. എന്താ പിന്നെയും അടുത്ത വാക്യത്തിൽ പറയുന്നത്? എന്താ? നിങ്ങൾ തന്നെ ആശ്വാസം കണ്ടെത്തണം. ഈ ആശ്വാസം എങ്ങനെ കണ്ടെത്താൻ ഒക്കും? എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിച്ചാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് എന്താ? നമ്മൾ വിശ്വാസികളെന്നുള്ള നിലയിൽ ഈ ലോകത്തിൻ്റെ മുമ്പാകെ നാം എന്തായിരിക്കണം? ആശ്വാസമുള്ളവരായിരിക്കണം. തീർച്ചയായിട്ടും ഈ ലോകത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരളവിൽ നമ്മളെയും ബാധിക്കും. എങ്കിലും അതിനേക്കാൾ ആഴത്തിൽ ഒരു ആശ്വാസമുള്ള ആളുകളായിട്ട് നമ്മൾ വിശ്വാസികളായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കും മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യാൻ ഒക്കുകയുള്ളൂ. നിങ്ങൾ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ആളുകളെ, നിങ്ങൾ വരുവീൻ, കർത്താവിൻ്റെ അടുക്കൽ വരുവീൻ, കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ വഴിയിൽ മുന്നോട്ട് പോകുവീൻ. തുടർന്നും ഈ വഴിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ
കൂടുതൽ കൂടുതൽ ആശ്വാസം കണ്ടെത്താനിടയാകും എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ ആളുകളോട് ആഹ്വാനം ചെയ്യണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമായിട്ടുണ്ടോ? ശരിക്കും ആശ്വാസമുണ്ടോ നമുക്ക്? അതോ നമ്മളും ഈ ലോകമനുഷ്യരെ പോലെ കൊച്ചു കാര്യങ്ങളിലൊക്കെ പെട്ട് ആശ്വാസമില്ലാത്തവരായിട്ടാണോ നിൽക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാനായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ വളരെ വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇതാ തുടക്കത്തിൽ പറയുന്നത് എന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് തൻ്റെ അടുക്കൽ വരാനും വരുന്നവരെ പാപത്തിൽ നിന്നും മോചിപ്പിച്ച് അവരുടെ പാപത്തിന്റെ ഭാരം ആ നിലയിൽ എടുത്തു കളഞ്ഞ് അവരെ ഒരു രക്ഷയിലേക്ക് കൊണ്ടുവന്ന് ഒരു വീണ്ടും ജനനാനുഭവത്തിലേക്ക് വഴി നടത്തി അവരെ ആശ്വസിപ്പിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അധ്വാനവും ഭാരവും, പാപത്തിന്റെ ആ ഭാരം അത് ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് പറയുന്നത് അത്രത്തോളം വ്യക്തമല്ല എങ്കിലും നമുക്ക് ആ ഭാഗങ്ങൾ നോക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. ആരാ പഠിക്കുന്നത്? ആരാണ് പഠിക്കുന്നത്? ആരാ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്ന ആളിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഗുരു എന്ന് പറയാറുണ്ട്. പഠിപ്പിക്കുന്ന ആള് ഗുരുവും, അപ്പൊ പഠിക്കുന്ന ആളാരാ? ശിഷ്യനുമാണ്. അപ്പൊ ഇവിടെ ഇതാ, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പഠിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യനായാൽ, നിങ്ങൾ എൻ്റെ ശിഷ്യത്വത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? ശരിക്കുള്ള ആശ്വാസം കണ്ടെത്താൻ കഴിയും. അവിടെ ആദ്യത്തേത് പോലല്ല. ആദ്യത്തേതിൽ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ഇവിടെയോ നിങ്ങൾ തന്നെ ഈ ശിഷ്യത്വത്തിന്റെ വഴിയിൽ വന്ന് ആശ്വാസം കണ്ടെത്തണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മധ്യത്തില് എല്ലാ ആഴ്ചയിലും വരുന്നത് പോലെ തന്നെ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ സുവിശേഷമൊക്കെ പറഞ്ഞു ഒക്കെ ഹൈന്ദവ പശ്ചാത്തലത്തിലും ഒക്കെയുള്ള പല പ്രിയപ്പെട്ടവര് ഇന്നും വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ളവരോട് ഈ 28-ാമത്തെ വാക്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താ? നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടോ? അതിൽ നിന്നൊരു വിടുതൽ നേടിയിട്ടുണ്ടോ? അതായത് ഒരു വീണ്ടും ജന്മാനുഭവം ഉണ്ടായിട്ടുണ്ടോ? തുടക്കത്തിൽ നമ്മൾ പാടിയപ്പോ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതും എന്നൊക്കെ നമ്മൾ പാട്ടിലും പറഞ്ഞപ്പോഴും ആമുഖത്തിൽ പറഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ പേരുകൾ ആ നിലയിൽ സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? ജീവിതത്തിന്റെ അവസാനത്തിൽ നിത്യതയില് സ്വർഗത്തിലായിരിക്കും എന്നുള്ള ഉറപ്പുണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധ്യമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് ഒന്നാമത്തെ പടി. എന്താ? ഒരു വീണ്ടും ജനനം. അതാണ് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന, പാപത്തിന്റെ ഭാരം നമ്മിൽ നിന്ന് എടുത്തു കളഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന അനുഭവം അതാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, മീറ്റിങ്ങിന് വന്നതുകൊണ്ട്, കേവലം കുറെ മീറ്റിങ്ങുകൾ വന്നതുകൊണ്ട് അത് ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഇവിടെ വന്ന് ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് അതുണ്ടാകുകയില്ല. മറിച്ച് എന്ത് വേണം? അത് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ, എനിക്ക് എൻ്റെ പാപം ഒഴിവാക്കാൻ ഒക്കുകയില്ല, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് എന്നുള്ള ആ നിലയിലുള്ള അക്നോളജ്മെന്റോടെ, ആ നിലയിലുള്ള ഉറപ്പോടെ, ആ നിലയിലുള്ള ബോധ്യത്തോടെ നമ്മൾ കർത്താവിന്റെ അടുക്കൽ വന്ന്, കർത്താവേ, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങേ എൻ്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്നു. എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണേ എന്നുള്ള ലളിതമായ നിർമ്മലമായ വിശ്വാസത്തോടു കൂടിയ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആശ്വാസം, കർത്താവ് തരുന്ന ആശ്വാസം പ്രാപിക്കാനായിട്ട് കഴിയും. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും ആ ഒരു അനുഭവം ഉള്ളവരാണ്. അങ്ങനെ ഒരനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ആ നിലയിൽ കർത്താവിന്റെ അടുക്കൽ വന്ന് ആ ആശ്വാസം പ്രാപിക്കണം എന്നുള്ളതാണ്
പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഒരു വീണ്ടും ജനനത്തിലാണ് ശിഷ്യത്വത്തിലേക്കുള്ള പടി, ആ വഴി ആരംഭിക്കുന്നത് ഒരു വീണ്ടും ജനനത്തിലാണ്. ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചെന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടോ ഒന്നും നടക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാനസാന്തരത്തിന്റെ, വീണ്ടും ജനനത്തിന്റെ, രക്ഷയുടെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലെങ്കിൽ കർത്താവ് ഈ പറയുന്ന ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്ന ആ പ്രാഥമികമായ പടി നിറവേറിയിട്ടില്ല. പക്ഷെ അത് നിറവേറാൻ വേണ്ടി എന്തെങ്കിലും ഒരു അത്ഭുതത്തിനായിട്ട് കാത്തിരിക്കേണ്ട. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് വരാം. 4 പടികളാണ് ഉള്ളത്. അതിന് എന്തൊക്കെയാ? ഞാനൊരു പാപിയാണ്, ഞാനൊരു കുരുടനാണ്, ഞാനൊരു നഗ്നനാണ്, ഞാൻ നഷ്ടപ്പെട്ടവനാണ്, ഞാനൊരു നരകയോഗ്യനാണ് എന്ന് നമ്മുടെ അവസ്ഥ നമ്മൾ സമ്മതിക്കുക. രണ്ടാമതെന്താ? എൻ്റെ സൽക്കർമ്മം കൊണ്ടോ എൻ്റെ പ്രവർത്തനം കൊണ്ടോ എൻ്റെ ദാനധർമ്മം കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒന്നും എനിക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുകയില്ല എന്ന കാര്യവും സമ്മതിക്കുക. മൂന്നാമതായിട്ടെന്താ? എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്ന് വിശ്വസിക്കുക. നാലാമതായിട്ട് ആ കർത്താവിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുക. കർത്താവെ, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു, രക്ഷകനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിൽ അങ്ങയെ സ്വീകരിക്കുന്നു എന്ന് ഒരു ഇച്ഛയുടെ ഒരു പ്രവൃത്തി, ഇച്ഛയുടെ ഒരു കാൽവയ്പ് നടത്തുക. അങ്ങനെ 4 കാര്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ ആരെങ്കിലും ഈ ഒരു അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് ആ അനുഭവത്തിലേക്ക് വരിക. തുടർന്ന് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നോക്കാം. അടുത്ത വാക്യം എന്താ പറയുന്നത്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. രക്ഷിക്കപ്പെട്ടെന്നും വിശ്വാസികളാണെന്നും വീണ്ടും ജനിച്ചവരാണെന്നും ഒക്കെ അവകാശപ്പെടുന്ന പലരും സത്യത്തില് അവര് ഈ നിലയിൽ പൂർണ്ണമായ ഒരു ആശ്വാസമുള്ളവരാണോ? മറ്റുള്ളവരെ വിടുക, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ എത്രയോ നാളായിട്ട് ഈ കാര്യം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു. പക്ഷെ ശരിക്കും ഒരു ആശ്വാസം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ 2ാമത്തെ വാക്യത്തെക്കുറിച്ച് കൂടുതൽ പേർക്കും പ്രസക്തമായ ഈ കാര്യം നോക്കാം. ഇന്നത്തെ ക്രിസ്തീയത പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് പറയാറില്ല. അവരെന്താ? ഞാൻ രക്ഷിക്കപ്പെട്ടു, 3-ാം തീയതി രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് എന്താ, ഞാൻ സ്വർഗത്തിൽ പോകും. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. പക്ഷേ ഇവിടെ കർത്താവ് ആവശ്യപ്പെടുന്നത് എന്താ? ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, തുടർന്ന് നീ എന്ത് വേണം? നീ ആശ്വാസം കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും സമൂഹത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മയും ഒരളവ് വരെ ബാധിക്കും. എങ്കിലും അതിനും ആഴത്തിൽ കർത്താവിലുള്ള പൂർണ്ണമായ ഒരു സമർപ്പണത്തിന്റെ, കർത്താവിന്റെ ശിഷ്യനാണ് എന്നുള്ള ഒരു ബോധ്യത്തിലുള്ള ഒരു പൂർണ്ണമായ ഒരു ആശ്വാസം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ, കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് വളരെ വേഗത്തിൽ നോക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമുക്ക് ആശ്വാസം കണ്ടെത്താൻ ഒക്കുന്നത്? എന്നോട് പഠിപ്പി. ഗുരുവിൽ നിന്ന് പഠിക്കുന്ന ഒരു ശിഷ്യനാണ് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നത്. ശിഷ്യത്വം എന്ന കാര്യം, ഡിസൈപ്പിൾഷിപ്പ് എന്ന കാര്യം പുതിയ നിയമം എത്രയോ ഗൗരവത്തോടെ പറയുന്നു. കർത്താവ് തന്നെ തൻ്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ആ നിലയില് പർവ്വത പ്രസംഗത്തിലും ഒക്കെ ആ 3 അധ്യായങ്ങളിലും ഒക്കെ ഒരു ശിഷ്യത്വത്തിന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരാൾക്ക് മാത്രമേ ആ നിലയിലെ കർത്താവ് അവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് കഴിയുകയുള്ളൂ. എന്തിനാ അങ്ങനെ കടക്കുന്നത്? നമ്മളൊരു നല്ല ക്രിസ്ത്യാനിയാണെന്ന് ലോകത്തെ കാണിക്കാനാണോ? ലോകത്തെ കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു സാക്ഷ്യത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ ആത്യന്തികമായിട്ട് അത് നമുക്ക് വേണ്ടി തന്നെയാണ്. എന്താ നമുക്ക് വേണ്ടി? നമ്മൾ ഉള്ളിൽ യഥാർത്ഥ ആശ്വാസം കണ്ടെത്തി ആശ്വാസമുള്ളവരായിട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കണം എന്ന് തൻ്റെ മക്കളായ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു.
നമ്മളെക്കുറിച്ചൊരു വലിയ പദ്ധതി ദൈവത്തിനുണ്ട്. പക്ഷെ ആ വലിയ പദ്ധതി നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അതിലേക്ക് കടക്ക് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ക്രിസ്തീയത, നമുക്കൊക്കെ പരിചിതമായ ശരാശരി ക്രിസ്തീയത എന്താ? ഓ, അങ്ങനെ ഒരു ശിഷ്യത്വത്തിന്റെ ജീവിതമൊക്കെ വലിയ പാടുപെട്ട ജീവിതമാണ്. അങ്ങനെയൊക്കെ ജീവിച്ചില്ലെങ്കിലും നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ മരിക്കുമ്പം സ്വർഗത്തിൽ പോകും. എങ്ങനെയും സ്വർഗത്തിൽ പോയാൽ മതിയല്ലോ. എങ്ങനെയും സ്വർഗത്തിൽ പോയാൽ മതിയോ? അങ്ങനെ ഒരു മിനിമം കോമൺ പ്രോഗ്രാം അല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന്റെ 28-ാം വാക്യത്തിൽ പറഞ്ഞു, സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താ? ഞാൻ നിങ്ങളെ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെ, നിങ്ങളുടെ പാപത്തിന്റെ ചുമട് നിങ്ങളുടെ മേൽ നിന്ന് നീക്കി, നിങ്ങളുടെ ഭാരം നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വീണ്ടും ജനനത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും, രക്ഷയിലേക്ക് നിങ്ങളെ ആനയിക്കും. അത് ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു മിനിമം ക്രിസ്തീയ ജീവിതമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മറിച്ച് അതിനോട് ചേർന്ന് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നോട് പഠിച്ച് ഗുരുവായ എന്നെ ആ നിലയിൽ അനുഗമിക്കുമ്പോ നിങ്ങൾ എന്ത് കണ്ടെത്തും? നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഗുരുവിൽ നിന്ന് പഠിക്കുന്ന ശിഷ്യനായി ആ ശിഷ്യത്വത്തിന്റെ വഴിയിലാണ് നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നത്. ശിഷ്യത്വത്തിന്റെ 7 പടികള് നമുക്ക് പുതിയ നിയമത്തില് നമുക്ക് കാണാനായിട്ട് കഴിയും. കഴിഞ്ഞൊരു ദിവസവും നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്ന് 3 കാര്യങ്ങളെ കർത്താവ് തന്നെ പറഞ്ഞത് ശിഷ്യത്വത്തിലേക്കുള്ള ആഹ്വാനത്തെക്കുറിച്ച് നമ്മൾ വളരെ വേഗത്തിൽ ഒന്ന് മെൻഷൻ ചെയ്തു പോയി എന്ന് ഞാൻ ഓർക്കുന്നു. 14-ാം അധ്യായം അവിടെ ഇതാ ശിഷ്യത്വത്തിന്റെ പുതിയ നിയമത്തിലെ 7 പടികളിൽ 3 എണ്ണം ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. 14-ന്റെ 33-ാമത്തെ വാക്യം, അതിന്റെ താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് പോകാം. 33-ാമത്തെ വാക്യത്തില് കർത്താവ് പറയുന്നു, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ലെങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോ ശിഷ്യത്വമാണ് ആശ്വാസം കണ്ടെത്താനുള്ള വഴി എന്ന് മത്തായി 11-ന്റെ 29-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ കണ്ടു. പഠിക്കുക, ശിഷ്യനാകുക, അവനാണ് ആശ്വാസം കണ്ടെത്തുന്നത്. ആട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു ശിഷ്യനാകി ആശ്വാസം കണ്ടെത്താൻ എങ്ങനെ കഴിയും? ഇവിടെ ഇതാ 14-ന്റെ 33-ൽ പറയുന്നു ഒരു കാര്യം, ഒരു പടി അവിടെ പറയുന്നു. എന്താ അത്? അതിന്റെ 33-ൽ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നമുക്കൊത്തിരി കാര്യങ്ങളുണ്ട്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വസ്തുവകകൾ, ഇതിനെയൊക്കെ വിട്ടു പിരിയണം. വിട്ടു പിരിയുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം വിറ്റ് കളഞ്ഞ് നമ്മൾ ഹിമാലയത്തിൽ പോകുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മൾ കൂടെ പറയാറുണ്ട്. മറിച്ച് എന്താ? ഇതിനോടുള്ള നമ്മുടെ മാനസികമായ അടുപ്പം, അതിനോടൊരു വേർപാട്, അതിനെ വിറ്റ് കളയുന്ന ഒരു അനുഭവം, മനസ്സ് അതിൽ നിന്ന് മാറിക്കളയുന്ന ഒരു അനുഭവം. ഈ വസ്തുവകകളേക്കാൾ, നമ്മുടെ സമ്പാദ്യത്തെക്കാൾ, നമ്മുടെ ഈ ലോകത്തിലെ നേട്ടങ്ങളെക്കാൾ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ജീവിതം, അതാണ് ഇവിടെ ലൂക്കോസ് 14-ന്റെ 33-ല് കർത്താവ് ഉദ്ദേശിക്കുന്നത്. തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുക. ആന്തരികമായിട്ട് ഇതിനോടൊരു വിട്ടുപിരിയൽ, ആന്തരികമായിട്ട് ഈ വസ്തുവകകളോടും സമ്പാദ്യങ്ങളോടും ഒക്കെ ഒരു വേർപാട് ഒരു ശിഷ്യനുണ്ടായിരിക്കണം. ഇങ്ങനെ വേർപാടുണ്ടായി വിട്ടുപിരിഞ്ഞ് അവൻ എങ്ങോട്ടാ പോകുന്നത്? അവനെ സംബന്ധിച്ച് കർത്താവാണ് 1-ാം സ്ഥാനം. എൻ്റെ കർത്താവ്, എൻ്റെ യേശു, അതിൻ്റെ താഴെ മാത്രമേ എനിക്ക് തന്നിട്ടുള്ള ഈ സമ്പാദ്യങ്ങളാണെങ്കിലും വസ്തുവകകളാണെങ്കിലും ഒക്കെ ഞാൻ എടുക്കുകയുള്ളൂ. അല്ലാതെ കർത്താവിനെ കവിഞ്ഞൊരു സ്ഥാനം ഇതിന് നൽകുകയില്ല. അപ്പൊ ഇതിൽ നിന്നൊരു വേർപാട് ഇതാണ്. ഈ വേർപാടുണ്ടെങ്കിൽ തന്നെ അതൊത്തിരി ആശ്വാസം നമുക്ക് തരും. ഇല്ലേ? ഇന്ന് ഈ ലോകത്തിലുള്ള പലരുടെയും ആശ്വാസമില്ലായ്മ എന്തതിനെ കുറിച്ചാ? അവരുടെ സ്വത്തിനെ കുറിച്ചാ. അയ്യോ, അത് പോയോ, ഇത് പോയോ, എത്ര ഇന്ന് ഷെയർ മാർക്കറ്റിൽ എത്ര ബ്രദറെ എന്നൊക്കെയാ ഓരോരുത്തർ വിളിച്ചു ചോദിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുന്നു. എന്താ ഇതിന്റെ ഒക്കെ പിന്നാലെ പോയാൽ സത്യത്തിൽ എന്തുണ്ട്?
അവിടെയെല്ലാം അസ്വസ്ഥതയേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാം ദൈവം തന്നതാണ്, നമുക്ക് ഉപയോഗിക്കാം. ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ടും സഹോദരന്മാർക്ക് വേണ്ടിയും നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഒക്കെ ഇത് ഉപയോഗിക്കാം. ഉപയോഗിക്കരുത് എന്നല്ല. പക്ഷേ അതിനോട് ആന്തരികമായ ഒരു വേർപാട് നമുക്കുണ്ടാകണം. ആശ്വാസം കണ്ടെത്താനുള്ള ഒന്നാമത്തെ പടിയായിട്ട് ഇതിനെ തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയേയില്ല. ശിഷ്യത്വത്തിലേക്കുള്ള ഒരു പടിയായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. 14 തന്നെ ലൂക്കോസ് 14 തന്നെ 26 ശിഷ്യത്വത്തിന്റെ മറ്റൊരു പടി നമ്മൾ കാണുന്നുണ്ട്. അവിടെ എന്താ? എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇവിടെ കണ്ടോ, നേരത്തെ 33 നമുക്കുള്ള വസ്തുവകകളോട് ഒരു വേർപാടായിരുന്നു പറഞ്ഞതെങ്കിൽ ഇവിടെ എന്താ? നമുക്കുള്ള മാനുഷിക ബന്ധങ്ങളോട്, ആ ബന്ധങ്ങളോടുള്ള ഒരു വേർപാടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയെല്ലാം ഉപേക്ഷിച്ച് നമ്മള് വേറെ സന്യാസത്തിന് പോണമെന്നല്ല. ഇവരോടൊക്കെ ചെയ്യേണ്ട കടപ്പാടുകൾ നമ്മൾ ചെയ്യുകയും അവരോടുള്ള ബന്ധങ്ങളിൽ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അവരല്ല നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനം. മറിച്ച് ഈ ബന്ധങ്ങളെക്കാൾ കവിഞ്ഞ സ്ഥാനം ആർക്കുണ്ട്? കർത്താവിനുണ്ട്. ഇതാണ് ശിഷ്യത്വത്തിന്റെ രണ്ടാമത്തെ പടി. മൂന്നാമത്തെ പടി അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. 14 26 നമ്മൾ വായിക്കാതെ വിട്ട ഒരു ഭാഗമുണ്ട്. എൻ്റെ അടുക്കൽ വരികയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കുകയും ചെയ്യാതിരിക്കുന്നവൻ. അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം, സ്വന്തം ജീവൻ. കണ്ടോ, നമുക്കുള്ള കഥ നമ്മൾ വിട്ടുപിരിയണം, നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ വിട്ടുപിരിയണം. മൂന്നാമത് എന്താ പറയുന്നത്? സ്വന്തം ജീവനെ കൂടെ, സ്വയത്തേക്കാൾ വലുതായിട്ട് കർത്താവിനെ കാണണം. ഇതാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 3 പടികൾ. ഈ പടികളിൽ ഏറ്റവും ഭാരമുള്ളത് ഏതായിരിക്കും? പലരെ സംബന്ധിച്ച് പലതായിരിക്കും. എങ്കിലും കൂടുതൽ പേരെ സംബന്ധിച്ചിടത്തോളം അവര് വസ്തുവകകളോടൊരു വേർപാട് അവർക്ക് ചിലപ്പോൾ താരതമ്യേന എളുപ്പമായിരിക്കാം. അല്ലെങ്കിൽ ബന്ധങ്ങളോട് ഒരു വേർപാട്, അതും ആ കാര്യത്തിലും മനസ്സ് വെച്ചാൽ കഴിഞ്ഞെന്നിരിക്കും. എങ്കിലും അങ്ങനെയൊക്കെ വേർപെട്ട പലരും ക്രിസ്തീയ ഗോളത്തിലുള്ള ചിലരോട് നമ്മൾ പരിചയപ്പെടുമ്പം അവർക്ക് ഏറ്റവും വലിയ ആളാരാ? അവര് തന്നെ സ്വയം. അതുകൊണ്ട് അവര് പറയുന്നത്, ഞാൻ വന്നപ്പോ എന്നെ സ്വീകരിച്ച് ആ മുമ്പിലത്തെ കസേരയിൽ ഇരുത്തിയില്ല, ഞാൻ പുറകിലെങ്ങാണ്ട് വന്ന് ഇരുന്നേച്ച് പോകേണ്ടി വന്നു. അപ്പൊ ഈ പുറകിൽ വന്നിരുന്ന ഞാനൊരു അങ്ങനെ പുറകിലിരിക്കേണ്ട ആളല്ല എന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ട്. നോക്കുക, ഏതെല്ലാം കാര്യങ്ങളിലാണ് ആളുകള് സ്വയത്തിന് ദൈവത്തെക്കാൾ കവിഞ്ഞ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതൊരു നമ്മുടെ ആശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഈ സ്വയത്തിൽ നിന്നൊരു മോചനം നമുക്കുണ്ടെങ്കിൽ അതെത്ര ആശ്വാസകരമായ ഒരു കാര്യമാണ്, ഇല്ലേ? ഈ ലോകത്തുള്ള മിക്ക വഴക്കുകളുടെയും പിന്നിൽ എന്താ? ഈ 3 കാര്യങ്ങളാ. വസ്തുവകകളെ സംബന്ധിച്ചത്, അല്ലെങ്കിൽ ബന്ധങ്ങളെ സംബന്ധിച്ചത്. അതിനേക്കാൾ ഏറെ എനിക്ക് കിട്ടേണ്ട അംഗീകാരം എനിക്ക് കിട്ടിയില്ല, ഞാൻ. ഈ ഞാനിൽ നിന്ന് നമുക്ക് ഒരു വേർപാടുണ്ടായി സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാൻ കഴിഞ്ഞാൽ അത് ആത്യന്തികമായിട്ട് നമ്മുടെ തന്നെ ജീവിതത്തെ കൂടുതൽ കംഫർട്ടബിൾ ആക്കും, കൂടുതൽ സിമ്പിൾ ആക്കും. ശിഷ്യനാകാൻ വേണ്ടിയുള്ള ഒരു പടിയാണ്, എങ്കിലും അത് നമുക്ക് നല്ലതാണ്, നമ്മുടെ ഈ ലോക ജീവിതത്തിനും നല്ലതാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. സ്വയത്തെ ഒത്തിരി താലോലിക്കല്ലേ. ചിന്തകളിലൊക്കെയാ പലപ്പോഴും നടക്കുന്നത്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഞാൻ എന്നാലും അത് പറഞ്ഞു, ഞാൻ പറയുകയും മറ്റേ പുള്ളിയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ ഹൃദയ സിംഹാസനത്തിൽ നിങ്ങൾ ആരെ തന്നെ ഇരുത്തിയേക്കുന്നത്? നിങ്ങളെ തന്നെ ഇരുത്തിയേക്കുന്നത്. ദൈവം അതാണോ ആഗ്രഹിക്കുന്നത്? അല്ല.
നിങ്ങളുടെ ഹൃദയ സിംഹാസനത്തിൽ നിന്ന് നിങ്ങളെ ഒന്ന് ഇറക്കി വിട്ടിട്ട് അവിടെ കർത്താവിനെ വെക്കണം. കർത്താവാണ് എനിക്ക് പ്രധാനം. എൻ്റെ വസ്തുവകകളെക്കാൾ, എൻ്റെ ബന്ധങ്ങളെക്കാൾ, എന്നേക്കാൾ പ്രധാനം എനിക്ക് കർത്താവാണ്. ഇതാണ് ശിഷ്യത്വത്തിലെ ആദ്യത്തെ 3 പടി. ഇവിടെ ഇതാ സ്വന്തം ജീവനെ കൂടെ പായിക്കുക എന്ന് പറഞ്ഞത് കർത്താവ് വേറൊരിടത്തും പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലും ഈ കാര്യം പറയുന്നുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗം എന്തിനെ കുറിച്ചാ പറയുന്നത്? ഒരുത്തൻ എൻ്റെ ശിഷ്യനാകാൻ ഇച്ഛിച്ചാൽ. ശിഷ്യൻ ഗുരുവിന്റെ പിന്നാലെ അവനവന്റെ ക്രൂശും എടുത്ത് പോകേണ്ടവനാണല്ലോ. അപ്പൊ ഒരുത്തൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ എന്ന് വെച്ചാൽ ശിഷ്യനാകാൻ ഇച്ഛിച്ചാൽ എന്തു വേണം? ഒന്നാമത്തെ കാര്യം അവിടെ പറയുന്നുണ്ട്, തന്നെത്താൻ ത്യജിച്ച് സ്വയത്തെ വിട്ടുമാറണം. സ്വയത്തെ വിട്ടുമാറണം. തീർച്ചയായിട്ടും ഈ സ്വയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത്. ജോലിക്ക് പോകുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, ഒക്കെ വേണം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ സ്വയത്തിൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന് കർത്താവിനേക്കാൾ കവിഞ്ഞ പ്രാധാന്യം കൊടുത്താൽ നമ്മൾ അവന്റെ ശിഷ്യനായിരിക്കുകയില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യത്വത്തിന്റെ 4-ാമത്തെ ഒരു പടി നമ്മൾ ഇപ്പൊ പറഞ്ഞ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്താ നമ്മൾ വായിച്ച ആ വാക്യം ഒന്നുകൂടെ നമുക്ക് നോക്കാം. യേശു എന്താ പറഞ്ഞത്? ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ഒരുവൻ ശിഷ്യനാകാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് സ്വയത്തെ വിട്ടുകളഞ്ഞ്, സ്വയത്തേക്കാൾ എനിക്ക് പ്രാധാന്യം നൽകി, യേശുവിന് പ്രാധാന്യം കൊടുത്ത്, അതാണ് നമ്മൾ 3-ാമത്തെ പടിയായിട്ട് പറഞ്ഞത്. 4-ാമത്തെ പടി അതിനോട് ചേർന്ന് പറയുന്നു, തൻ്റെ ക്രൂശ് എടുത്ത്. അപ്പൊ ശിഷ്യത്വത്തിലേക്കുള്ള 4-ാമത്തെ മാർഗം എന്താ? ക്രൂശ് എടുക്കുക, നമ്മുടെ തന്നെ ക്രൂശ് എടുക്കുക എന്നുള്ളതാണ് 4-ാമതായിട്ട് ചെയ്യേണ്ടത്. ബോധപൂർവം മനസ്സോടെ നമ്മൾ നമ്മുടെ ക്രൂശ് എടുക്കുക. എന്താ ഈ ക്രൂശ്? ക്രൂശ് എന്ന് പറഞ്ഞാൽ, ക്രൂശ് നമുക്കറിയാം, ക്രൂശ് സമൂഹത്തിന് നിന്ദ്യമായ ഒരു കാര്യമാണ്. കർത്താവിനെ കൊണ്ടുപോകുമ്പോൾ കുറേനക്കാരനായ ശിമോനെയാണ് ശതാധിപൻ കണ്ട് അവനെ കൊണ്ടാ ക്രൂശ് എടുപ്പിച്ചത്. എന്തുകൊണ്ടാ? വേറെ ആരെങ്കിലും ഒക്കെ ക്രൂശെ തൊട്ടാൽ, കൊള്ളാവുന്ന യഹൂദനൊക്കെ തൊട്ടാൽ അവന് പിന്നെ പെസഹ ആചരിക്കാനൊന്നും നോക്കുകയില്ല. അന്നേരം നോക്കിയപ്പം ഒരു കറുത്ത വർഗ്ഗക്കാരനെ ഒരുത്തൻ കുറേനക്കാരനായ ശിമോനെ കണ്ടു, അവനെ കൊണ്ട് ക്രൂശ് എടുപ്പിച്ചു. ക്രൂശ് തൊട്ടുപോയാൽ എന്തു പറ്റും? അവൻ സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ മോശക്കാരനാകും എന്ന കാര്യം അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ നോക്കുക, ഈ ക്രൂശ് എന്ന് പറയുന്നത് എന്താ? ക്രൂശ് എന്ന് പറയുന്നത് അപമാനത്തിന്റെയും പഴിയുടെയും പീഡനങ്ങളുടെയും ഒക്കെ പ്രതീകമാണ്. ക്രൂശ് അപമാനം, പഴി, നിന്ന, പീഡനം, ഇതിൻ്റെയൊക്കെ പ്രതീകമാണ് ക്രൂശ്. കർത്താവായ യേശുക്രിസ്തുവിന് ഈ ലോകം ഒരു ക്രൂശ് കൊടുത്തു. കർത്താവായ യേശുവിന് ഈ പീഡനവും ഈ നിന്ദയും ഈ അപമാനവും ഒക്കെ കൊടുത്തു. അത് അന്ന് മാത്രമല്ല, 2000 വർഷം മുമ്പ് മാത്രമല്ല, ഇന്നും നമ്മൾ സമൂഹ മാധ്യമത്തിലും ഇന്നും ഓരോന്നൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്നും എന്താ? ഇന്നും ഈ കർത്താവിനെ ആക്ഷേപിച്ചുകൊണ്ട് നോക്കുക, ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല. ലോകത്തിന്, മാനവരാശിക്ക് ആ നിലയിൽ ഗുണമല്ലാതെ ഒരു ദോഷം പോലും ചെയ്യാത്ത ആ നസ്രായനെ കുറിച്ച് ഇപ്പോഴും അപമാനവും നിന്ദയും ദുഷിയും ഒക്കെയാണ് ഇന്നും നമ്മൾ കാണുന്നത്. അപ്പോ ലോകം ക്രൂശ് കർത്താവിന് കൊടുത്തു. കർത്താവിന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ലോകം എന്ത് ചെയ്യും? ക്രിസ്തുവിന്റെ ശിഷ്യരായ നമുക്കും ഇന്ന് എന്ത് തരും? ക്രൂശ് തന്നെ തരും. നമ്മളെ അവമാനിക്കും, നമ്മളെ നിന്ദിക്കും, നമ്മളെ പരിഹസിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ പീഡിപ്പിക്കും. തുടക്കത്തിലെ സൗരൻ പറഞ്ഞല്ലോ, കേരളത്തിൽ വലിയ പീഡനമൊന്നുമില്ല. ശരിയായിരിക്കാം, പക്ഷെ എത്ര നാൾ ഇത് നടക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാര്യങ്ങള് എങ്ങനെയൊക്കെയാണ് മാറിത്തീരുക എന്ന് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ആ നിലയിൽ കേരളത്തിലും കാര്യങ്ങൾ വ്യത്യാസമായി വന്നുകൂടാ എന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഈ ക്രൂശിനെ നമ്മൾ എന്ത് വേണമെന്നാ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയത്തെ വിട്ടുകളഞ്ഞ് എന്ത് വേണം?
ഈ ക്രൂശിനെ എടുക്കണം. ഈ ക്രൂശിനെ ബോധപൂർവം സന്തോഷത്തോടെ മനസ്സോടെ എടുക്കുന്ന ഒരു കാര്യം, നമ്മൾ പരാതിയില്ലാതെ ഇതിനെ സ്വീകരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ശിഷ്യത്വത്തിന്റെ 4ാമത്തെ പടിയാണ് അത്. നേരത്തെ നമ്മൾ 3 പടികൾ പറഞ്ഞു. എന്തൊക്കെയാ? വസ്തുവകകളോട് നോ എന്ന് പറയുന്നത്, ബന്ധങ്ങളോട് ആരോഗ്യകരമായ ഒരു നോ പറയുന്നത്, സ്വയത്തോട് ഒരു ആരോഗ്യകരമായ നോ പറയുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ ഇതാ 4ാമത് നമ്മൾ പറയുന്നത് എന്താ? നമുക്ക് ഈ ലോകം വെച്ച് നീട്ടുന്ന ക്രൂശ്, അപമാനം, പഴി, നിന്ന, ദുഷി, ഇതിനെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ആ വഴിയിൽ നമ്മൾ പോണം. കർത്താവ് തനിക്ക് കിട്ടിയ ക്രൂശിനെ കുറിച്ച് പരാതി പറഞ്ഞോ? കർത്താവ് പരാതി പറഞ്ഞില്ല. താൻ ക്രൂശ് എടുക്കാനായിട്ടാ വന്നത്. താൻ ക്രൂശ് ചുമന്നു. തീരെ വയ്യാതായപ്പോൾ ശിമോൻ എടുത്തുകൊണ്ട് ഗോൽഗോഥ വരെ കൊണ്ടുവന്നു. പക്ഷെ ആ ക്രൂശിൽ തന്നെ കർത്താവ് അവസാനമായിട്ട് കൈകാലുകൾ വിരിച്ച് മരിക്കുകയായിരുന്നു, നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇന്ന് സമൂഹം, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ, നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിലൊക്കെ ഈ കളിയാക്കലും നിന്നയും പരിഹാസവും ഉപദ്രവവും ഒക്കെ നേരിടുമ്പോ, അത് നിങ്ങളൊരു ശിഷ്യനാണെങ്കിൽ എന്തു വേണം? സന്തോഷത്തോടെ, നന്ദിയോടെ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിന് ലോകം കൊടുത്തത് ഇതാണ്, ഞാനും അത് സന്തോഷത്തോടെ സ്വീകരിക്കും. തൻ്റെ ശിഷ്യനായ എനിക്കും ലോകം ഇത് തന്നെയാണ് തരുന്നത്. അത് കാണിക്കുന്നത് ഞാൻ അവൻ്റെ ശിഷ്യത്വത്തിന്റെ പാതയിലാണ് എന്ന സന്തോഷത്തോടെ നമ്മൾ അതിനെ സ്വീകരിക്കണം. ഇതാണ് പരാതിയില്ലാതെ ക്രൂശ് ബോധപൂർവം സ്വീകരിക്കുന്നതാണ് ശിഷ്യത്വത്തിന്റെ 4ാമത്തെ പടി. 5ാമത്തെ പടിയോ? 5ാമത്തെ പടിക്കും നമുക്ക് നേരത്തെ വായിച്ച ആ വാക്യം തന്നെയാണ് നമുക്ക് ബാധകമായിട്ടുള്ളത്. മത്തായി 16:24. എന്താ അവിടെ പറഞ്ഞത്? ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്, സ്വയത്തെ ത്യജിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. തൻ്റെ ക്രൂശ് എടുത്ത് ബോധപൂർവം ആ നിന്ദയും പരിഹാസവും ഒറ്റപ്പെടുത്തലും ഒക്കെ പീഡനവും ഒക്കെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? അവന് പിന്നീട് പറയുന്ന 5ാമത്തെ പടി നോക്കുക. എന്താ? എന്നെ അനുഗമിക്കുക. ഒരുവൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ എന്നെ അനുഗമിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരുവിനെ അനുഗമിക്കുന്നവരാണ് ശിഷ്യന്മാർ. ഏതിലൊക്കെ നമുക്ക് യേശുവിനെ അനുഗമിക്കാം? നമ്മൾ പലപ്പോഴും ഇന്നത്തെ ക്രിസ്തീയത യേശു നമ്മുടെ രക്ഷകനായിട്ട് മാത്രമാ ഇന്നത്തെ ക്രിസ്തീയത കാണുന്നത്. എന്നാൽ നമ്മൾ ഒരു സഭയെന്നുള്ള നിലയിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ എപ്പോഴും പറയാറുണ്ട്. അവിടുന്ന് നമ്മുടെ രക്ഷകൻ മാത്രമല്ല, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിന് അവിടുന്ന് മാതൃകയുമാണ്. യേശുവിനെ അനുഗമിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഊന്നി പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ അനുഗമനം ഉണ്ടോ? യേശുവിനെ ഏതിലൊക്കെയാണ് നമ്മൾ അനുഗമിക്കുന്നത്? പിതാവിന്റെ ഇഷ്ടം അനുസരിക്കുന്നതിൽ യേശു സ്വന്തം ഇഷ്ടം താഴ്ത്തി വെച്ചു. ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മുടെ ഇഷ്ടത്തെ താഴ്ത്തി വെക്കുക അത് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഈ ക്രൂശിന്റെ വഴിയിൽ പോയി ആശ്വാസം കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അവനെ അനുഗമിക്കണം. ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കണം. 5ാമതായിട്ട് അവനെ അനുഗമിക്കുക എന്ന കാര്യം പറയുന്നു. ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് യേശു സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി വെച്ചു. അത് എളുപ്പമുള്ളതായിരുന്നില്ല. അവിടുന്ന് എന്ത് ചെയ്തു? ഗത്സമനയിലെ ആ സമയത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. യേശു രക്തം വിയർത്ത് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഇത് മാറിപ്പോണമെന്നാണ് എൻ്റെ ഇഷ്ടം. എന്നാൽ അതിനെ തുടർന്ന് ഉടനെ തന്നെ താൻ സമർപ്പിച്ചു. എന്നാൽ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ആ ഒരു എന്നാലിലാണ് നമ്മുടെ ആ ജീവിതം മുഴുവൻ തൂങ്ങി ആടി നിന്നത്. അതിനു പകരം കർത്താവ് പറയുക, എൻ്റെ ഇഷ്ടം നടന്നാ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? കഴിയുമെങ്കിൽ
ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. എങ്കിലും നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ, നിന്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവ് പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളും ഇന്ന് എന്ത് വേണം? യേശുവിനെ മാതൃകയായിട്ട് സ്വീകരിക്കണം. യേശുവിനെ രക്ഷകനായി മാത്രം കണ്ടാൽ പോരാ. എത്രയോ വാക്യങ്ങളുണ്ട്. 1 യോഹന്നാൻ 2:6 നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തില് ഇവിടെ ഇതാ യോഹന്നാൻ പറയുകയാണ്, യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന യോഹന്നാൻ പറയുകയാണ്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യേശു ഈ ഭൂമിയിൽ നടന്ന് കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. ആ വഴിയെ അവനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ, അവന്റെ ശിഷ്യനാണ് എന്ന് അവകാശപ്പെടുന്നവൻ, ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നവൻ, അവരൊക്കെ എന്ത് വേണം? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് പിതാവിന്റെ ഇഷ്ടത്തിനായി അനുസരിക്കാനായിട്ട് സ്വന്തം ഇഷ്ടം താഴ്ത്തി വെച്ചു. നമ്മളും അനുഗമിക്കുമ്പോൾ സ്വന്തം ഇഷ്ടത്തോട് നോ പറഞ്ഞ് കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായിട്ട് സ്വീകരിക്കണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജീവിക്കണം, ത്യാഗപരമായിട്ട് ജീവിക്കണം. പീഡയും ഉപദ്രവവും സഹിക്കുന്നതില് നമ്മൾ അതിൻ്റെ അകത്ത് വിമുഖത കാണിക്കരുത്. ഇതൊക്കെയാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു മാതൃക കാണിച്ചിട്ട് പോയത്. അവൻ ഇങ്ങനെയൊക്കെയാണ് ഈ ഭൂമിയിൽ നടന്നത്. അവൻ നടന്നതുപോലെ നടക്കുകയാണ്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ ഇന്ന് അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നടന്നാലേ അവനെ അനുഗമിക്കാൻ കഴിയുകയുള്ളൂ. അവനെ അനുഗമിക്കാൻ കഴിയുള്ളൂ. നമ്മൾ അവനെ അനുഗമിക്കുന്നുണ്ടോ? യേശു ഒരിക്കൽ ഈ ഭൂമിയിലായിരുന്നപ്പോ ഒരു ശാസ്ത്രി വന്ന് യേശുവിനോട് പറഞ്ഞു. നമ്മൾ ആ കാര്യം മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. എന്താ? ആ ശാസ്ത്രി വന്ന് വലിയ കാര്യത്തെ കർത്താവിനോട് പറഞ്ഞു. മത്തായി 8-19-20 വാക്യം, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്നൊരു ശാസ്ത്രി വന്നിട്ട് പറഞ്ഞു. പക്ഷേ കർത്താവ് പറഞ്ഞു, അതിനൊരു വില കൊടുക്കണം. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. കുറുനരികൾക്ക് കുഴിയുണ്ട്, പറവയ്ക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ഈ വഴിയില് നീ എന്നെ അനുഗമിക്കുമ്പോൾ ഇതൊക്കെ നിനക്ക് നേരിടേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ അനുഗമിക്കാമെന്ന് പറഞ്ഞു വന്ന ശാസ്ത്രി എന്തോ ചെയ്തു? അവന്റെ വഴിക്ക് പോയി. ഇന്നും പലരും യേശുവിനെയാണ് അനുഗമിക്കുന്നത് എന്ന് പറയുമ്പോ തന്നെ ശരിക്കും ഈ വഴിയിൽ അവനെ അനുഗമിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ കാര്യം നമുക്ക് വിട്ടുകളയാം. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ എത്രയോ നാളുകളായിട്ട് കേൾക്കുന്നു, എത്രയോ നാളുകളായിട്ട് ചിന്തിക്കുന്നു, ഇന്നും ഞാന് ഈ ക്രൂശിന്റെ വഴിയിൽ സ്വന്തം ഹിതത്തെ ത്യജിച്ച് യേശുവിന്റെ പിന്നാലെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുന്നുണ്ടോ? അതോ പല രംഗങ്ങളിലും എനിക്ക് എങ്ങനെങ്കിലും അങ്ങ് സ്വർഗത്തിൽ പോയാൽ മതി, ഞാൻ രക്ഷിക്കപ്പെട്ടതാ, എത്രാം തീയതി രക്ഷിക്കപ്പെട്ട സ്വർഗത്തിൽ പൊക്കോളും, അത് മതി, അല്ലാതെ ഈ ക്രൂശിന്റെ വഴിയെ പോകുന്നതൊക്കെ വലിയ പാടാ എന്നാണോ നമ്മുടെ ആന്തരികമായ ആ ചിന്ത? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ആശ്വാസം കണ്ടെത്തുകയില്ല. ആശ്വാസം കണ്ടെത്തണമെങ്കിൽ നമ്മൾ തന്നെ ഈ ശിഷ്യത്വത്തിന്റെ ഈ പടികളിലൂടെ വരണം. നോക്കുക, നമ്മളിവിടെ പറഞ്ഞത് സ്വന്തം ഹിതത്തെ ത്യജിക്കുന്നത് പറഞ്ഞു, ക്രൂശ് എടുക്കുന്നത് പറഞ്ഞു, അതുപോലെ അവനെ അനുഗമിക്കുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മള് അതിൻ്റെ ആറാമത്തെ ഒരു ശിഷ്യത്വത്തിന്റെ ഒരു പടി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വാക്യം. യോഹന്നാൻ 13:35, നിങ്ങൾ അന്യോന്യം സ്നേഹിച്ചാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പൊ നമ്മൾ അവന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാരാകണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ അന്യോന്യം സ്നേഹിക്കണം എന്ന് മറ്റൊരു കാര്യം ഇവിടെ പറയും. കണ്ടോ, ഇവിടെ പല കാര്യങ്ങള് നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞു. എന്തൊക്കെയാ?
ഏ ആ ആ നിലയില് തൻ്റെ വസ്തുവകകളോടും ബന്ധങ്ങളോടും സ്വയത്തോടും ഒരു വേർപാട് വേണം. ക്രൂശെടുത്ത് അവനെ അനുഗമിക്കണം. ഇത് കൂടാതെ ആറാമതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താ? ഇവിടെ വായിച്ചത് യോഹന്നാൻ 13:35 വായിച്ചത് എന്താ? നമ്മുടെ സഹോദരന്മാരെ നമ്മൾ സ്നേഹിക്കണം. നിങ്ങൾ അന്യോന്യം സ്നേഹിച്ചാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ശിഷ്യന്മാരെന്ന് അറിയാനുള്ള ഒരു മാർഗമാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ ശിഷ്യനാകാനുള്ള ഒരു പടിയാണ് യോഹന്നാൻ 13:35 പറഞ്ഞത്. ക്രിസ്തുവിനുള്ളവരോടെല്ലാം ആഴമുള്ള ഒരു സ്നേഹം നമുക്കുണ്ടായിരിക്കണം. സ്നേഹം നമ്മളോട് ചോദിക്കുക, സഹോദരന്മാരോട് സ്നേഹമുണ്ടോ? അയ്യോ, എനിക്ക് സ്നേഹമുണ്ട്. പക്ഷെ സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മൾ തന്നെ ആ സ്നേഹത്തിന്റെ അധ്യായം ഒന്ന് എടുക്കണം. 1 കൊരിന്ത്യർ 13 അധ്യായമാണല്ലോ സ്നേഹത്തിന്റെ അധ്യായം എന്ന് ക്രിസ്തീയത പറയുന്നത്. 1 കൊരിന്ത്യർ 13 അധ്യായം. അവിടെ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സഹോദരനെ, സഹോദരിയെ, ദൈവം എനിക്ക് തന്ന എൻ്റെ കൂട്ടുസഹോദരിയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ എന്തോ വേണം? ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നില്ല. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. ഞാൻ സ്പർദ്ധിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എനിക്ക് സ്നേഹമില്ല. 5 വാക്യം, സ്നേഹം നിഗളിക്കുന്നില്ല. ഞാൻ നിഗളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തിലല്ല നടക്കുന്നത്. ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. നോക്കുക പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അന്യോന്യം സ്നേഹിച്ചാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. യോഹന്നാൻ 13:35 വായിച്ചിട്ട് നമ്മൾ അവകാശപ്പെടുക, അയ്യോ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷേ യഥാർത്ഥ സ്നേഹത്തിന്റെ ഈ കാര്യങ്ങൾ വെച്ച് 1 കൊരിന്ത്യർ 13:4 മുതൽ ഉള്ള ആ വാക്യങ്ങൾ വെച്ചിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ സഹോദരന്മാരെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഈ സ്നേഹമാണ് സത്യത്തിൽ ഈ ശിഷ്യത്വ ജീവിതത്തിന് വലിയ സന്തോഷം നൽകുന്നത്. ഇതുവരെ പറഞ്ഞ പല കാര്യങ്ങളും നെഗറ്റീവായ കാര്യങ്ങളായിരുന്നു. എന്താ? നമ്മളെ തന്നെ നിഷേധിക്കുക, ബന്ധങ്ങളോട് നോ എന്ന് പറയുക, അതുപോലെ തന്നെ സമ്പത്തിനോട് നോ എന്ന് പറയുക, ആരോഗ്യകരമായ ഒരു നോ സമ്പത്തിനോട്, ബന്ധങ്ങളോട്, നമ്മളോട് തന്നെ അതുപോലെ തന്നെ ക്രൂശ് എടുക്കുന്നത്, അവനെ അനുഗമിക്കുന്നത്, ഇതൊക്കെ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന ഒരു നെഗറ്റീവായ ഒരു നിലപാടായിരുന്നു. പക്ഷെ ഇവിടെ ഇതാ ഒരു പോസിറ്റീവായ നിലപാട്. എന്താ? സഹോദരന്മാരെ സ്നേഹിക്കുന്നത്. സത്യത്തിൽ ഈ ശിഷ്യത്വ ജീവിതത്തെ, അതിൻ്റെ ആ പടികളെ, ഈ സ്നേഹമില്ലെങ്കിൽ നമ്മുടെ ഈ സ്വയനിഷേധം എന്ന് പറയുന്നത് ഒരു തണുത്ത നിയമാധിഷ്ഠിതമായ ഒരു കാര്യമായിട്ട് ആയിപ്പോയേനേമായിരുന്നു. എന്നാൽ കണ്ടോ, നമ്മുടെ ഈ ശിഷ്യത്വ ജീവിതത്തിൽ കർത്താവ് അന്യോന്യം സ്നേഹിക്കാനും പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. യോഹന്നാൻ 8:31 അവിടെയാണ് അവിടെ ശിഷ്യത്വത്തിന്റെ 7ാമത്തെ പടി പറയുന്നത്. യോഹന്നാൻ 8:31 വാക്യം. യോഹന്നാൻ 8:31. സമയത്തിന്റെ ചുരുക്കം മൂലം നമ്മൾ ആരെ കൊണ്ട് വായിപ്പിക്കുന്നില്ല, ഞാൻ തന്നെ അങ്ങ് വായിച്ചു പോവുകയാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. സമയമെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കണേ. യോഹന്നാൻ 8:31 എന്താ പറയുന്നത്? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സാക്ഷാൽ എൻ്റെ ശിഷ്യന്മാരായി തീരും എന്ന് കർത്താവ് പറയും. അപ്പോ സാക്ഷാൽ യേശുവിൻ്റെ ശിഷ്യന്മാരാകണമെങ്കിൽ നാം എന്തോ വേണം? ഈ വചനത്തിൽ നിലനിൽക്കണം. ഏത് വചനത്തിൽ? ഈ ശിഷ്യത്വത്തിന്റെ വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. നമ്മൾ സഭയിലേക്ക് വന്ന ആദ്യത്തെ 2 കൊല്ലം ഈ ശിഷ്യത്വത്തിന്റെ 7 പടികളും ഒക്കെ നോക്കി, അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സീനിയർ ആയപ്പോൾ ഇത് വേണ്ടാന്ന് വെച്ചാൽ ഒക്കുകയില്ല. ഇതിൽ നിലനിൽക്കണം. യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾ സാക്ഷാൽ
എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞത്. ഈ ശിഷ്യത്തിൽ നിലനിൽക്കാതെ പോയാൽ എന്താ പറ്റും? കർത്താവ് തന്നെ അങ്ങനെ ഒരു ആളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 62-ാമത്തെ വചനത്തിൽ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ഈ ശിഷ്യത്വത്തിന്റെ വഴിയിലേക്ക് കൈവച്ചു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് എന്താ അതിൽ നിലനിൽക്കാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? കലപ്പയ്ക്ക് കൈവച്ച ശേഷം വേണ്ട എന്ന് വെച്ചാൽ, തിരിഞ്ഞു നോക്കിയാൽ, നിലനിൽക്കാതിരുന്നാൽ, ആ സ്ഥിരതയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ അവനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ഈ വാക്യം വായിച്ചിട്ട് ഒരു ദൈവഭക്തൻ എഴുതിയ ഒരു ക്രിസ്തീയ ഇംഗ്ലീഷ് ഗാനത്തിന്റെ 2 വരി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ദൈവമേ, തിരിഞ്ഞു നോക്കുന്നതിൽ നിന്ന് എന്നെ രക്ഷിക്കുക. കലപ്പയുടെ കൈപ്പിടിയില് എൻ്റെ കണ്ണുനീര് വീണ് നനഞ്ഞാലും ദൈവമേ, ഞാൻ പിന്തിരിഞ്ഞു നോക്കല്ലേ. കണ്ടോ അദ്ദേഹം പറയുന്നത്? ഞാൻ ഈ കലപ്പയ്ക്ക് കൈവച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യല? തിരിഞ്ഞു നോക്കുകയില്ല, നേരെ മുന്നോട്ട് പോവുക. നേരെ മുന്നോട്ട് പോകുമ്പോൾ പല വിഷമങ്ങളുണ്ട്. ഈ വഴിയിൽ മുന്നോട്ട് പോകുന്നത് എളുപ്പമല്ല, പല വിഷമങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉള്ള വിഷമങ്ങൾ മൂലം എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണ് ഈ കലപ്പയുടെ കൈപ്പിടി നനഞ്ഞു പോയാലും, നനഞ്ഞല്ലോ, ഇനിയിപ്പൊ വേണ്ടാന്ന് പറഞ്ഞ് ആ പിടുത്തം വിട്ട് പുറകോട്ട് നോക്കാൻ ഇടയാകല്ലേ കർത്താവേ എന്നാണ് ആ കവിതയിലെ 2 വരികൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ആശ്വാസം കണ്ടെത്താൻ ശിഷ്യത്വത്തിന്റെ വഴിയാവുള്ളത്. നോക്കുക, ഇതൊരാശ്വാസത്തിന്റെ കാര്യമാണ്. എന്തൊക്കെയാ? ചില കാര്യങ്ങളോട് നോ എന്ന് പറയുന്നത്, സ്വയത്തോട്, ബന്ധങ്ങളോട്, വസ്തുവകകളോട് ഒക്കെ നോ എന്ന് പറഞ്ഞ് ക്രൂശിന്റെ വഴിയിൽ യേശുവിന്റെ പിന്നാലെ നടക്കുന്നത്, സഹോദരന്മാരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവരെ സ്നേഹിക്കുന്നത് ഒക്കെ നമുക്ക് ഒത്തിരി സ്വാതന്ത്ര്യം തരും. നമുക്കൊത്തിരി പരാതിയില്ലാതെയാകും. സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതമാണ്. എപ്പോഴും നമ്മൾ ഈ വഴിയിൽ മുന്നോട്ട് കർത്താവിനെ നോക്കി നടക്കുമ്പോ നമ്മൾ പിന്നെയും ആവശ്യക്കാരായിട്ട്, കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്ക് തരണേ, എന്നെ മുന്നോട്ട് നടത്തണേ എന്ന് കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കും. വേണ്ട വിധത്തിൽ ജീവിക്കാത്ത മറ്റൊരു ക്രിസ്ത്യാനിയെ നോക്കി നമ്മൾ എന്ത് ചെയ്യല? അവനെ വിധിക്കുകയില്ല. കാരണം നമ്മൾ പോലും സത്യസന്ധരാണെങ്കിൽ വേണ്ടതുപോലെ ആയിട്ടില്ല. നോക്കുക, അതുകൊണ്ടൊക്കെ മറ്റൊരാളെ വിധിക്കുന്നതിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് പലതിനോടും വേണ്ട എന്ന് പറയുമ്പോ ഈ ലോകത്തിലെ മനുഷ്യർ അതിനോടൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതിൻ്റെ ആ നിലയിലുള്ള സ്വാതന്ത്ര്യമില്ലായ്മ നമുക്ക് അനുഭവപ്പെടുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരാണ്. നഷ്ടപ്പെട്ടോ? ദൈവം അത് അനുവദിച്ചു, ഓക്കെ, സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് പിന്നെയും മുന്നോട്ട് പോകാൻ ഒക്കും. ആശ്വാസത്തിന് കണ്ടെത്തുന്ന ഒരു വഴിയാണിത്. പ്രിയപ്പെട്ടവരെ, ഈ വഴിയിൽ നമുക്ക് നമ്മളെ തന്നെ ഏർപ്പെടുത്തി മുന്നോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞൊരു ദിവസം 4 സുവിശേഷങ്ങളിലും ആ നിലയില് സ്വച്ഛ ജഡമാംസി തൈലം, ആ നിലയിലെ വിലയേറിയ തൈലം കൊണ്ടുവന്ന് കർത്താവിന്റെ കാൽക്കൽ പൂശിയ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറയുകയുണ്ടായി. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 7-ൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 12-ല് മറിയയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ എന്താ ഈ സ്ത്രീകൾ ചെയ്തത്? അവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ സമ്പാദ്യം മുഴുവൻ, വിലയേറിയ ആ സമ്പാദ്യം മുഴുവൻ കൊടുത്തു വാങ്ങിയ ആ തൈലം കൊണ്ടുവന്ന് യേശുവിന്റെ പാദത്തിൽ ഉടച്ചു കളഞ്ഞു. ആ ഭരണി പോലും ഉടച്ചു കളഞ്ഞു. നമ്മൾ ഈ ശിഷ്യത്വത്തിന്റെ വഴിയിൽ പോകുമ്പോൾ ലോകം പറയും, ഇതെത്ര വേസ്റ്റാണ്, ഈ ഭരണി, ഈ സ്വച്ഛ ജഡമാംസി തൈലം ഒക്കെ ഇങ്ങനെ വേസ്റ്റ് ആക്കണോ? നമ്മൾ ശിഷ്യത്വത്തിനായിട്ട് ചിലതിനോട് നോ 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 എന്ന് പറയുകയും ഈ ലോകം പോകുന്നത് പോലെ പോകാതെ പലതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പം പലരും നമ്മുടെ നേരെ വിരൽ ചൂണ്ടി നമ്മളെക്കുറിച്ചും പറയും, എന്തോ ഒരു വേസ്റ്റാ, ഇവന്റെ ജീവിതം പാഴാക്കി. ഏത് നിലയിൽ എത്താവുന്ന ഒരാളായിരുന്നു, ഏത് നിലയിൽ എത്താവുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു, എന്തെല്ലാം പ്രമോഷൻ കിട്ടുമായിരുന്നു,
ആ പ്രൊമോഷനൊക്കെ വേണ്ട 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 എന്ന് വെച്ചു. ഓ, ജീവിതം വേസ്റ്റാക്കി, പാഴാക്കി. എന്തൊരു പാഴ് എന്നാണ് മറിയ ആ യേശുവിന്റെ കാൽക്കൽ തൈലം പൂശിയപ്പോൾ ഇസ്കരിയോത്ത യൂദായും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇന്നും സമൂഹം അത് തന്നെ പറയും. പക്ഷെ അവൾ അത് തൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന്റെ കാൽക്കൽ ആ നിലയിൽ തകർത്ത് കളഞ്ഞപ്പോൾ ആ വീടിനെ ഭരിക്കുന്ന ഒരു പരിമളം, ഒരു സുഗന്ധം ആ വീടിനെ ചൂഴ്ന്നു നിന്നു. നമ്മളായിരിക്കുന്നിടത്ത് ഈ ശിഷ്യത്വത്തിന്റെ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ ചൂഴ്ന്ന് എന്ത് നിൽക്കും? ഒരു പരിമളം നിൽക്കും. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.